ആലപ്പുഴ മാന്നാർ കൊലപാതക കേസിൽ 3 പ്രതികളെ 6 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. ജിനു, സോമൻ, പ്രമോദ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. ചെങ്ങന്നൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അനുപമ എസ് പിള്ളയുടേതാണ് നടപടി. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശോഭയുടെ പ്രതികരണത്തിലേക്ക്. അങ്ങോട്ട് നോക്കിയെന്ന് പറയാമോ? 8 ദിവസത്തെ കസ്റ്റഡിയാണ്. 8 ദിവസത്തെ കസ്റ്റഡിയിലാണ്, പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 8 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡി വിട്ടിരിക്കുകയാണ്. 8 തീയതി വരെ 6 ദിവസത്തെ 6 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. 8 തീയതി വരെ കസ്റ്റഡിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ മാസം 8 തീയതി വരെ കസ്റ്റഡിയിൽ കൊടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ചെങ്ങന്നൂർ കോടതിയിൽ നിന്ന് ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, ഇപ്പോൾ പ്രതികളെ 6 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇനി എന്തെല്ലാമാണ് നടപടിക്രമങ്ങൾ? ഇപ്പോൾ കോടതിയിൽ എന്തെല്ലാമായിരുന്നു സംഭവിച്ചത്? സ്വാതി, ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതികളെ മാന്നാറിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരോഗ്യ പരിശോധനയ്ക്കായി ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇതിനുശേഷമായിരുന്നു ഉച്ചയ്ക്ക് 2:30-3 മണിയോടെയായിരുന്നു പ്രതികളെ കോടതിയിലേക്ക് എത്തിച്ചത്. ഇതിനുശേഷം വളരെ സമയമെടുത്ത് തന്നെയാണ് മജിസ്ട്രേറ്റ് കേസ് പരിഗണിച്ചത്. അതിനിടയിൽ പ്രതികളെ റിമാൻഡിലേക്ക് വിടാനുള്ളൊരു തീരുമാനം കൂടി മജിസ്ട്രേറ്റ് സ്വീകരിക്കുന്ന ഒരു നിലവുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് പോലീസിന്റെ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കണമെന്നും പ്രതികളായ ജിനു, സോമൻ, പ്രമോദ് എന്നിവരെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്നായിരുന്നു 8 തീയതി വരെ പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 6 ദിവസത്തേക്കാണ് പ്രതികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുക. ഈ കസ്റ്റഡി സമയത്തായിരിക്കും തെളിവെടുപ്പടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. നിലവിൽ സെപ്റ്റി ടാങ്ക് ശുചീകരണത്തിലൂടെ പോലീസിന് നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് ഫോറൻസിക്കിന്റെ പരിശോധനയ്ക്കായി നൽകിയിരിക്കുകയാണ്. ഇതിനൂടെ കൂടെ തന്നെയായിരിക്കും തെളിവെടുപ്പ് പരിശോധനകളും നടക്കുക. ഈ വരുന്ന 6 ദിവസങ്ങളിലായിരിക്കും തെളിവെടുപ്പ് പരിശോധനകൾ നടക്കുക. സ്വാതി. ഹാൻസ്, ഇനി കേസിൽ 1-ാം പ്രതിയായിട്ടുള്ളത് അനിൽകുമാറാണ്, കലയുടെ ഭർത്താവ്. അനിൽകുമാർ ഇസ്രയേലിൽ നിന്ന് നാട്ടിലെത്തേണ്ടതുണ്ട്. നിലവിൽ അക്കാര്യത്തെക്കുറിച്ച് പ്രോസിക്യൂഷൻ എന്തെല്ലാമാണ് പറഞ്ഞത്? നിലവിൽ അക്കാര്യത്തെക്കുറിച്ച് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള മറുപടിയും നമുക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തെ വിദേശത്ത് നിന്ന് എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുകൂടാതെ ഇപ്പോൾ കോടതിയിലെ നടപടിക്രമങ്ങൾ പുരോഗമിച്ച് വരുന്നതേ ഉള്ളൂ. ഇവരെ 3 പേരെയും പ്രതികളായ 2, 3, 4 പ്രതികളായ 3 പേരെയും കോടതി പരിസരത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അവർ ഇപ്പോൾ ഉള്ളിൽ തന്നെയാണുള്ളത്, മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. അവരെ ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോടതിയിൽ നിന്ന് വെളിയിലേക്ക് പുറത്തേക്ക് വരുന്നതാണ്. അതിനുശേഷമായിരിക്കും ഈ തെളിവെടുപ്പ് കാലാവധിക്കിടയിൽ തന്നെയായിരിക്കും അനിലിനെ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസ് സ്വീകരിക്കുക. സ്വാതി. ഹാൻസ്, ഈ കേസിൽ ഇനിയും പ്രതികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അത്തരം എന്തെങ്കിലും വിവരം ലഭ്യമാണോ? നിലവിൽ ആദ്യഘട്ടങ്ങളിൽ 6 പ്രതികളെയാണ് പോലീസ് സംശയിച്ചിരുന്നത്. അനിലടക്കം 5 പേരും കൂടെ പ്രതികളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ 2 പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ നിലവിലെ സൂചന വെച്ചിട്ട് മറ്റു പ്രതികളെ തെളിവെടുപ്പിന് ശേഷം മാത്രമേ മറ്റു പ്രതികളുണ്ടോ എന്ന് തെളിവെടുപ്പിന് ശേഷം മാത്രമേ പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇവർ 3 പേരുമാണ്. കൂടാതെ അനിലും കൂടെ ചേർന്നാണ് കൊലപാതകത്തിൽ പങ്കാളികളായിരിക്കുന്നു എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഇത് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരവും. സ്വാതി. നമുക്ക് ഈ കേസിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. ഇനിയും 1-ാം പ്രതിയായിട്ടുള്ള അനിൽ നാട്ടിലെത്തി അനിലിൻ്റെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാകുമ്പോഴേ അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരികയുള്ളൂ. ഇന്ന് കലയുടെ മകൻ പറഞ്ഞത് തൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പ് ഉണ്ട് എന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത്? തീർച്ചയായും സ്വാതി, കലയുടെ മകനടക്കം അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അമ്മ മരിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അതിൻ്റെ മറുപടി എന്നോണമാണ് അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തത വരുത്തിയത്. അദ്ദേഹത്തിന് ഇപ്പോഴും അമ്മ മരിച്ചതായി സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമ്മ ഇപ്പോഴും മറ്റൊരു സ്ഥലത്ത് ജീവിക്കുന്നതായിട്ട് തന്നെയാണ് മകൻ വിശ്വസിക്കുന്നത്. ആയതിനാൽ തന്നെ ആ ഒരു രീതിയിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടാകും. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ, ഇപ്പോൾ സെപ്റ്റി ടാങ്ക് 3-ാമത്തെ തവണയാണ് ഈ ഒരു കാലാവധിയിൽ, ഈ 15 വർഷ കാലയളവിൽ 2 വട്ടം ഓൾറെഡി സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്തിരുന്നു. പക്ഷേ ഇതിപ്പോൾ 3-ാമത്തെ വട്ടമാണ്. ഇതിനിടയിൽ 3-ാമത്തെ
മൂന്നാമത്തെ വട്ടമാണ് ഇപ്പോൾ സെപ്റ്റി ടാങ്ക് വീണ്ടും തുറക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് 2 വട്ടത്തെ ക്ലീനിങ് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള നിർണായക തെളിവുകളാണ് പോലീസിന് ലഭിക്കുക എന്നുള്ളത് സംശയകരമാണ്. ആയതിനാൽ തന്നെ ഫോറൻസിക് പരിശോധന ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിന് മറ്റൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. പക്ഷേ ആ ഫോറൻസിക് തെളിവുകളിൽ നിന്നായിരിക്കും ഈ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ കലയുടേതാണോ അല്ലെങ്കിൽ കല മറ്റൊരു സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. പക്ഷേ പ്രതികൾ സമ്മതിച്ചതനുസരിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ തന്നെയാണ് ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇനി വരുന്ന തെളിവുകൾ വളരെ ക്രൂഷ്യൽ തന്നെയായിരിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. സ്വാതി. ശരിയാണ് ഹൻസ്. ഇനിയുള്ള തെളിവുകൾ ഇനി വരും ദിവസങ്ങളിൽ ഈ പ്രതികൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിന്റെ ദുരൂഹതകൾ ചുരുളഴിയാൻ പോകുന്നത്. ആലപ്പുഴ മാന്നാർ കൊലപാതക കേസിൽ 3 പ്രതികളെയാണ് ഇപ്പോൾ 6 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ജിനു, സോമൻ, പ്രമോദ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്.